ലോക ഭൂപടത്തിൽ ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കുന്ന പേര് അതേതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതിന്റെ ഉത്തരം ഗ്രീൻലാൻഡ് എന്നായിരിക്കും. കാരണം പേരിൽ ഗ്രീൻ ഉണ്ട്, പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഈ ദ്വീപിന്റെ ഏകദേശം 80% ഒരു ഭീമൻ മഞ്ഞുപാളിയാൽ മൂടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം വരും, പേരിൽ പച്ചപ്പുണ്ടെങ്കിൽ ഈ ദ്വീപ് മുഴുവൻ മഞ്ഞായത് എപ്പോഴാണ്? ശരിക്കും ഇതൊരിക്കൽ പച്ചപ്പുള്ള നാടായിരുന്നു, അതോ ആളുകളെ ആകർഷിക്കാൻ ആരെങ്കിലും മനഃപൂർവ്വം നൽകിയ പേരാണോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ നമ്മൾ ഏകദേശം 1000 വർഷം പിന്നിലേക്ക് പോകണം. ക്രിസ്തുവർഷം 982 നോർസ് പര്യവേഷകനായ എറിക് ദ റെഡ് ഈ ദ്വീപിന്റെ തെക്കു പടിഞ്ഞാറൻ തീരത്തെത്തി. പിന്നീട് എഴുതപ്പെട്ട ചരിത്രരേഖകളായ ഐസ്ലാൻഡിക് സാഗകൾ പ്രകാരം കൂടുതൽ ആളുകളെ അവിടെ കുടിയേറാൻ പ്രേരിപ്പിക്കാൻ അദ്ദേഹം ഈ സ്ഥലത്തിന് ഗ്രീൻലാൻഡ് എന്ന പേര് നൽകിയെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം, ഇത് ചരിത്രരേഖകളിൽ കാണുന്ന ഒരു വിശദീകരണമാണ്. അതേസമയം അന്നത്തെ കാലഘട്ടത്തിൽ ഗ്രീൻലാൻഡിന്റെ തെക്കൻ തീരപ്രദേശങ്ങളിൽ ഇന്നത്തേതിനേക്കാൾ താരതമ്യേന സൗമ്യമായ കാലാവസ്ഥയും കൂടുതൽ സസ്യവളർച്ചയും ഉണ്ടായിരുന്നുവെന്ന് കാലാവസ്ഥാ പഠനങ്ങളും പുരാവസ്തു ഗവേഷണങ്ങളും സൂചിപ്പിക്കുന്നു. അതായത് ഗ്രീൻലാൻഡ് എന്ന പേര് പൂർണ്ണമായും തെറ്റല്ല, പക്ഷെ അത് മുഴുവൻ ദ്വീപിന്റെ യഥാർത്ഥ രൂപത്തെ പ്രതിനിധീകരിക്കുന്ന പേരുമല്ല. ഇനി ഇന്നത്തെ ഗ്രീൻലാൻഡിലേക്ക് വരാം. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണിത്. ഓസ്ട്രേലിയയെ ഭൂഖണ്ഡമായി കണക്കാക്കുന്നതിനാൽ ദ്വീപുകളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് ഗ്രീൻലാൻഡ്. പക്ഷേ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതല്ല. ഈ ദ്വീപിന്റെ ഏകദേശം 80% ഒരു ഭീമൻ മഞ്ഞുപാളിയാണ്. ചില സ്ഥലങ്ങളിൽ ഈ മഞ്ഞിന്റെ കനം 3 കിലോമീറ്ററിലധികം വരും. ഒരു നിമിഷം അതൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ കടൽ നിരപ്പിൽ നിന്ന് 3 കിലോമീറ്റർ ഉയരമുള്ള ഒരു മലയുടെ മുകളിൽ നിൽക്കുന്നുവെന്ന് സങ്കല്പിക്കൂ. അതിന്റെ അത്ര കനമുള്ള മഞ്ഞാണ് ഗ്രീൻലാൻഡിന്റെ ചില ഭാഗങ്ങളിൽ കിടക്കുന്നത്. പക്ഷേ ഈ മഞ്ഞ് ഏതാനും വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി ഓരോ ശൈത്യകാലത്തും മഞ്ഞു വീണു. വേനൽക്കാലത്ത് അതിന്റെ ഒരു ഭാഗം ഉരുകി, പക്ഷേ മുഴുവൻ ഉരുകിയില്ല. അടുത്ത വർഷം വീണ്ടും മഞ്ഞു വീണു. അങ്ങനെ ഓരോ വർഷവും പുതിയ മഞ്ഞ് പഴയ മഞ്ഞിനു മുകളിൽ അടിഞ്ഞുകൂടി. താഴെയുള്ള മഞ്ഞ് സ്വന്തം ഭാരത്താൽ ഞെരുങ്ങി കട്ടിയുള്ള ഹിമമായി മാറി. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ ഭീമൻ മഞ്ഞുപാളി രൂപപ്പെട്ടത്. പക്ഷേ ഈ മഞ്ഞ് വെറും ഉറഞ്ഞ വെള്ളമല്ല, ഇത് ഭൂമിയുടെ കാലാവസ്ഥാ ചരിത്രം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രകൃതി രേഖയാണ്. ശാസ്ത്രജ്ഞർ ഈ മഞ്ഞിൽ കിലോമീറ്ററുകളോളം തുളച്ച ഐസ് കോറുകൾ പുറത്തെടുക്കുന്നു. ഓരോ പാളിയും ഒരു കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു. ആ പാളികളിൽ കുടുങ്ങിക്കിടക്കുന്ന ചെറിയ വായു കുമിളകൾ പരിശോധിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള അന്തരീക്ഷത്തിൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരുന്നുവെന്നും അന്നത്തെ കാലാവസ്ഥ എങ്ങനെയായിരുന്നുവെന്നും അവർ മനസ്സിലാക്കുന്നു. അതായത് ഗ്രീൻലാൻഡിലെ മഞ്ഞ് ഒരു മഞ്ഞുപാളി മാത്രമല്ല, ഭൂമിയുടെ ചരിത്രം എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്രകൃതി ആർക്കൈവാണ്. ഇനി മറ്റൊരു കൗതുകകരമായ കാര്യം, ഈ ഭീമൻ മഞ്ഞിന്റെ അടിയിൽ എന്താണുള്ളത്? പരന്ന മഞ്ഞല്ല, പർവ്വതങ്ങളുണ്ട്, താഴ്വരകളുണ്ട്, പുരാതന നദികൾ ഒഴുകിയിരുന്ന ഭൂപ്രകൃതിയുടെ അടയാളങ്ങളുണ്ട്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന വെളുത്ത ലോകത്തിനടിയിൽ മറ്റൊരു ഭൂപ്രകൃതി ഒളിഞ്ഞു കിടക്കുകയാണ്. പക്ഷെ ഇന്ന് ശാസ്ത്രജ്ഞരെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം മറ്റൊന്നാണ്. ഗ്രീൻലാൻഡിലെ മഞ്ഞുപാളി ഇപ്പോൾ ക്രമേണ ഭാരം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഓരോ വർഷവും വലിയ അളവിൽ മഞ്ഞുരുകി കടലിലേക്ക് എത്തുന്നു. ഇത് ഗ്രീൻലാൻഡിന്റെ മാത്രം പ്രശ്നമല്ല, ലോകമെമ്പാടുമുള്ള സമുദ്രനിരപ്പിന്റെ ഉയർച്ചയുമായി ഇതിന് നേരിട്ടുള്ള ബന്ധമുണ്ട്. ശാസ്ത്രജ്ഞർ പറയുന്നത് ഗ്രീൻലാൻഡിലെ മുഴുവൻ മഞ്ഞുപാളിയും ഒരിക്കൽ ഉരുകിയാൽ ആഗോള സമുദ്രനിരപ്പ് ഏകദേശം 7 മീറ്ററിലധികം ഉയരാൻ സാധ്യതയുണ്ടെന്നാണ്. അത് നാളെയോ അല്ലെങ്കിൽ അടുത്ത വർഷമോ ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഭൂമിയുടെ ദീർഘകാല ഭാവിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. അപ്പോൾ ഗ്രീൻലാൻഡ് എന്ന പേര് തെറ്റാണോ? ചരിത്രത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അല്ല, ഭൂമിശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇന്ന് അത് മിക്കവാറും മഞ്ഞിന്റെ നാടാണ്. ഒരേ ദ്വീപ്, 2 കഥകൾ. ഒന്ന് മനുഷ്യൻ നൽകിയ പേര്, മറ്റൊന്ന് പ്രകൃതി ലക്ഷക്കണക്കിന് വർഷങ്ങളായി
എഴുതിക്കൊണ്ടിരിക്കുന്ന ചരിത്രം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ലോകത്തിലെ ഏറ്റവും കൗതുകമുണർത്തുന്ന പേരുകളിലൊന്ന് ഗ്രീൻലാൻഡിനുള്ളത്. കാരണം അതിന്റെ പേര് നമ്മെ ചരിത്രത്തിലേക്ക് നയിക്കുന്നു. പക്ഷേ അതിന്റെ മഞ്ഞ് നമ്മെ ഭൂമിയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ പഠിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള രസകരമായ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്